ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് റിപ്പയർ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഫോണിലെ ഡാറ്റ വളരെ സേഫായിട്ട് സൂക്ഷിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത്? ടെക്നീഷ്യന് ഫോൺ പരിശോധിച്ച് റിപ്പയർ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും നമ്മുടെ ഫോണിലെ പാസ്വേഡ്, പാറ്റേൺ, ഫിംഗർ പ്രിന്റ് തുടങ്ങിയ സെക്യൂരിറ്റി ലോക്കുകൾ മാറ്റുക. പകരം താൽക്കാലികമായ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പാസ്വേഡ് പൂർണ്ണമായും മാറ്റുകയോ ചെയ്യാം. ടെക്നീഷ്യന് അത് എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ ഡാറ്റയുടെ കാര്യം നോക്കാം. പ്രധാനപ്പെട്ടത് ഡാറ്റ ബാക്കപ്പ് ചെയ്യുക. നമ്മുടെ ഫോണിലെ പ്രധാനപ്പെട്ട ഫോട്ടോകൾ, വീഡിയോകൾ, കോണ്ടാക്റ്റുകൾ, മെസ്സേജുകൾ, ഫയലുകൾ എന്നിവ ഗൂഗിൾ ഡ്രൈവ്, ഐക്ലൗഡ് തുടങ്ങിയ ക്ലൗഡ് സ്റ്റോറേജിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലേക്കോ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുക. റിപ്പയറിങ്ങിനിടെ ഡാറ്റ എങ്ങനെ നഷ്ടപ്പെട്ടാൽ നമുക്കിത് വീണ്ടും റീസ്റ്റോർ ചെയ്യാം. അടുത്തത് നമ്മുടെ ഫോണിലെ സിം കാർഡും മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ മെമ്മറി കാർഡും ഫോണിൽ നിന്ന് എടുത്തു മാറ്റുക. വ്യക്തിപരമായ വിവരങ്ങൾ ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. ഇനി സിം കൊടുക്കേണ്ടി വന്നെങ്കിൽ സിം കാർഡിന്റെ പിൻ ലോക്ക് ഓൺ ചെയ്യുന്നത് നല്ലതാണ്. ഇതാരും ചെയ്യാൻ മെനക്കെടില്ല എന്നറിയാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ സിം കാർഡ് നമ്മുടെ ഫോണിൽ നിന്ന് ഊരി അത് മറ്റൊരു ഡിവൈസിൽ ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടി സഹായിക്കും. ബാക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫോണൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ആരും ഇത് ചെയ്യാൻ ചാൻസ് ഇല്ല അല്ലേ? റീസെറ്റ് ചെയ്താൽ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയി സേഫ് ആകുകയും ചെയ്യും, ഫോൺ റീഫ്രഷ് ആകുകയും ചെയ്യും. ഇനി റീസെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട്, ആപ്പിൾ ID, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ബാങ്കിങ് ആപ്പുകൾ തുടങ്ങിയ എല്ലാ സ്വകാര്യ അക്കൗണ്ടുകളിൽ നിന്നും ലോഗൌട്ട് ചെയ്യുക. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അത് തീർച്ചയായും ചെയ്യുക. സൈബർ ത്രെട്ട് വരാവുന്ന ഏറ്റവും സെൻസിറ്റീവായ വിവരങ്ങളാണ് ഇതൊക്കെ. അടുത്തത് ഫോണിന്റെ IMEI നമ്പർ രേഖപ്പെടുത്തി വെക്കുന്നത് നല്ലതാണ്. *#06# ഡയൽ ചെയ്താൽ ഫോണിന്റെ IMEI നമ്പർ ലഭിക്കും. അതെവിടെയെങ്കിലും എഴുതി വെക്കുക. ഇനി ഫോൺ കണക്ട് ചെയ്യുമ്പോൾ USB സെറ്റിംഗ്സ് ചാർജിംഗ് ഓൺലി എന്നതിലേക്ക് മാറ്റുന്നത് അനാവശ്യമായ ഡാറ്റ ട്രാൻസ്ഫർ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി പ്രധാനപ്പെട്ട ഒന്ന്, ഫോൺ ഷോപ്പിൽ ഏൽപ്പിക്കും മുമ്പ് അതിന്റെ പുറംഭാഗങ്ങൾ, കേടുപാടുകൾ, സ്ക്രീൻ എന്നിവയുടെ ഫോട്ടോകളോ വീഡിയോയോ എടുത്ത് സൂക്ഷിക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാൽ അതിന് സഹായമാകും. പിന്നെ നല്ല അഭിപ്രായങ്ങളും അംഗീകാരങ്ങളുമുള്ള വിശ്വസ്തരായ റിപ്പയർ സെന്ററുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് സൈബർ ത്രെട്ടുകൾ നടക്കുന്ന കാലഘട്ടമാണിപ്പോൾ. ഇത് ടെക്നീഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. അവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. പ്രൈവസി നമ്മുടെ മാത്രം പ്രൈവസിയാണ്. അത് സേഫായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക.